പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീഡിയോ എടുത്തിട്ട് 3-4 ദിവസമായി, കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി കൊണ്ട് ഒരു തീയൽ. ഞാനിവിടെ ഒരു 100 ഗ്രാം ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വട്ടത്തിൽ അരിഞ്ഞു വെച്ചേക്കണം. ഈ ഇഞ്ചി നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അരയരുത്, തരുതരുവെന്ന് ആവാനേ പാടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ആവാനേ പാടുള്ളൂ. ഇനി നമുക്ക് ഇത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് വരാം. ഞാൻ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം. ഇതിൽ ഈ നീര് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഇതെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ കണ്ട തുരുതുരോന്ന് കിട്ടിയേക്കണണ്ട. അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക് കീറിയത്, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. പച്ചമുളക് ഇപ്പോൾ വറുക്കണ്ട, ബാക്കി എല്ലാ ചേരുവകളും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു ചെറുനാരങ്ങ വലിപ്പം പുളി, ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. വെളിച്ചെണ്ണ അല്പം കൂടുതൽ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി ക്രഷ് ചെയ്ത നീരെടുത്ത ഇഞ്ചി അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്തോട്ടെ. ഇഞ്ചി ഒന്ന് നോക്കട്ടെ കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി, വെളിച്ചെണ്ണ അല്പം കൂടുതൽ ഒഴിച്ചോളൂ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ ഇതെനിക്ക് എൻ്റെ ചേച്ചി പറഞ്ഞു തന്നതാണ്. ഇഞ്ചിയുടെ നീര് എന്തിനെടുത്ത് മാറ്റി വെച്ചതെന്ന് വെച്ചാൽ നമുക്കൊരു കുത്തുണ്ടാവും ഇഞ്ചിക്ക്. അതങ്ങോട്ട് ഈ നീര് മാറ്റുമ്പോൾ ഇല്ലാതെ ആയിരിക്കും. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ കറിക്ക് അളവ് കൂടുതൽ വേണമെങ്കിൽ ഇഞ്ചിയും കുറച്ച് കൂടുതൽ എടുക്കണം, തേങ്ങയും കൂടുതൽ എടുക്കണം കേട്ടോ. ഞാനിത് കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ, നിങ്ങളെ കാണിച്ചു തരാനായിട്ട്. ഈ കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. നന്നായിട്ടൊന്ന് മൂത്തോട്ടെ. നന്നായിട്ട് ചുവക്ക വറുത്തെടുത്തിട്ടുണ്ട്. കണ്ട നല്ല ബ്രൗൺ കളർ. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലിട്ടിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം തൊടിയിക്കാതെ അരച്ചെടുക്കണം. അതിനാണ് വെളിച്ചെണ്ണ അല്പം കൂടുതൽ ഒഴിക്കണമെന്ന് പറയുന്നത്. ആറിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ടാലും മതി കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിയാതെ സൂക്ഷിക്കണം. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആറിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്തേക്കണം, കാരണം നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക്
കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക്, ഉലുവ, കറിവേപ്പില, നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊന്ന് മൂക്കട്ടെ. നല്ലോണം മൂത്തു. ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ച പുളി, ആ പുളി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോയിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവി അടിക്കരുത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി അല്പം ശർക്കര, ഒരു കഷ്ണം ശർക്കര. ഇനി നമ്മളിവിടെ പൊടിച്ചു വച്ചിരിക്കുന്ന ആ പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ പുളി നന്നായിട്ട് കലക്കി ഒഴിച്ചു. ശർക്കര, ഒരു കഷ്ണം ശർക്കര ചേർത്തു. പുളി കുറച്ച് കൂടുതലായിപ്പോയാൽ ഒരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ ഇഞ്ചി തീയൽ റെഡി ആയിട്ടിരിക്കണം. ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മതി. ഇത് പെട്ടെന്ന് ചീത്തയാവില്ല. 2 ദിവസം പുറത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഇഞ്ചിയുടെ ആ കുത്ത് വരില്ല. നീരെടുത്ത് മാറ്റിയിട്ടാണല്ലോ നമ്മൾ ഇഞ്ചി എടുത്തത്. നല്ലത്. എല്ലാ രസങ്ങളും ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കറി, ഇഞ്ചിത്തീയിൽ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. സൂപ്പറാണ് കേട്ടോ ഈ കറി. അപ്പോൾ പൊടിക്കൈ എന്ന് പറഞ്ഞ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം.